രഞ്ജി ട്രോഫിയിൽ കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി. മുംബൈക്കെതിരെ ലീഡ് നേടാനുള്ള സുവർണാവസരം കളഞ്ഞുകുളിച്ച് 244 റൺസിന് ഓൾ ഔട്ടായി 7 റൺസിൻ്റെ ലീഡ് വഴങ്ങി. 221-4 എന്ന മികച്ച നിലയിൽ നിന്നും വെറും 23 റൺസ് എടുക്കുന്നതിനിടയിൽ അവസാന 6 വിക്കറ്റുകൾ കളഞ്ഞുകുളിച്ച് കേരളം ആരാധകരെ തികച്ചും നിരാശപ്പെടുത്തി. ഭേദപ്പെട്ട തുടക്കമാണ് കേരളത്തിനായി ഇന്ന് ഓപ്പണേഴ്സ് നൽകിയത്. 7ാം ഓവറിൽ ഓപ്പണർ കൃഷ്ണപ്രസാദ് പുറത്താവുമ്പോൾ കേരളത്തിൻ്റെ സ്കോർ 46-ലെത്തിയിരുന്നു. 15 പന്തിൽ 21 റൺസാണ് കൃഷ്ണപ്രസാദ് നേടിയത്. രോഹൻ പ്രേമിൻ്റെ 100ാമത് ഫസ്റ്റ് ക്ലാസ് മത്സരത്തിന് 4 പന്തിൻ്റെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. രോഹനെ 0-ന് മോഹിത് അവാസ്തി പുറത്ത്. രോഹന് കുന്നുമ്മൽ സച്ചിൻ ബേബി കൂട്ടുകെട്ട് കേരളത്തിനെ 100 കടത്തിയെങ്കിലും സ്കോർ 109-ലെത്തിയപ്പോൾ രോഹനെ കേരളത്തിന് നഷ്ടമായി. 77 പന്തിൽ 8 ബൗണ്ടറികളുടെ സഹായത്തോടെ 56 റൺസ് രോഹൻ സ്കോർ ചെയ്തിരുന്നു. തുടർന്ന് സച്ചിൻ ബേബി സഞ്ജു സാംസൺ സഖ്യം സ്കോർ 170 വരെ എത്തിച്ചെങ്കിലും സഞ്ജുവിൻ്റെ വിക്കറ്റ് കേരളത്തിന് നഷ്ടമായി. 36 പന്തിൽ 5 ബൗണ്ടറികൾ ഉൾപ്പെടെ 38 റൺസ് നേടിയിരുന്നു. തുടർന്ന് വിഷ്ണു വിനോദുമായി ചേർന്ന് സച്ചിൻ ബേബി കേരള സ്കോർ 221 വരെ എത്തിച്ചു. 41 പന്തിൽ 5 ബൗണ്ടറിയോടെ 29 റൺസ് എടുത്ത വിഷ്ണുവും പുറത്തായി. കേരളം 5-ന് 221. പിന്നീട് കൂട്ടത്തകർച്ചയാണ് കണ്ടത്. ശ്രേയസ് ഗോപാലും ജലക് സക്സേനയും അടുത്തടുത്ത പന്തുകളിൽ പുറത്തായി. തുടർന്ന് കേരളത്തെ നിരാശയിലാക്കിക്കൊണ്ട് പൊരുതി നിന്ന സച്ചിൻ ബേബിയുടെ വിക്കറ്റും നഷ്ടമായി. 130 പന്തിൽ 8 ബൗണ്ടറികൾ ഉൾപ്പെടെ 65 റൺസ് സച്ചിൻ നേടിയിരുന്നു. ഒടുവിൽ കേരള ഇന്നിംഗ്സിൻ്റെ 56ാം ഓവറിൽ മുംബൈ സ്കോറിന് 7 റൺസ് അകലെ വെച്ച് 244 വെച്ച് കേരളത്തിൻ്റെ അവസാന വിക്കറ്റും വീണു. മുംബൈക്കായി മോഹിത് അവാസ്തി 57 റൺസിന് 7 വിക്കറ്റുകൾ വീഴ്ത്തി. കരുത്തരായ മുംബൈക്കെതിരെ ലീഡ് നേടാനുള്ള മികച്ച അവസരം നഷ്ടമാക്കിയ കേരളത്തിന് ഇനി മത്സരം സമനിലയിലാക്കാനായി മാത്രം കളിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.